ഇതുവരെ ഇല്ലാത്തൊരു മഹാദുരന്തമായിരുന്നു വയനാട്ടിലുണ്ടായത്. കണ്ണുനീരോടുകൂടി അല്ലാതെ അത് നമുക്ക് ഓർക്കാൻ കഴിയില്ല. മനുഷ്യനായി പിറന്ന ഒരാൾക്കും ആ ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കരയാതിരിക്കാനാവില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നാടാകെ ദുരന്തബാധിതരെ സഹായിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഈ കോൺഗ്രസ് ആ ദുരന്തത്തെ പണം ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചത്. അത് മനുഷ്യർക്ക് പറഞ്ഞൊരു കാര്യമല്ല, മനുഷ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ആ ദുരന്ത മുഖത്ത് ഈ ചതഞ്ഞെറിഞ്ഞ മൃതശരീരങ്ങളെ കാണിച്ചാണ് പണം പിരിച്ചത്. ആ പിരിച്ച പണം എത്ര കിട്ടിയെന്നോ ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചതെന്നോ ആ പണം എന്ത് ചെയ്തു എന്നോ എങ്ങനെ ആണ് ആ പണം ഇല്ലാതെയായതെന്നോ ഒന്നും ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ജനങ്ങളിൽ നിന്ന് പിരിച്ച പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ പണം എവിടെ എന്ന് പറയണ്ടേ, എത്ര കിട്ടി എന്ന് പറയണ്ടേ. ഒരൊറ്റ വീടും വയനാട്ടിൽ നിർമ്മിച്ചില്ലെന്ന് മാത്രമല്ല, നിർമ്മിക്കാനേ പോകുന്നില്ല. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വാസയോഗ്യമല്ലാത്ത 3 ഏക്കർ സ്ഥലം ഒറ്റ വാങ്ങിയ 230 വീട് നിർമ്മിച്ചു കൊടുക്കണം വാഗ്ദാനം അനുസരിച്ച്. 3 ഏക്കർ സ്ഥലത്ത് എങ്ങനെയാണ് 230 വീട് നിർമ്മിക്കുക? 100 വീട് എങ്ങനെയാണ് നിർമ്മിക്കുക? അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കാനാണ്. അപ്പം ദുരന്തത്തെ വിറ്റു കാശ് വാങ്ങിയവരാണത്. അവരെ വിശേഷിപ്പിക്കാൻ ഞാൻ ഉപയോഗിച്ച പദം കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മോഷ്ടാക്കൾക്കിടയിലുള്ള ധാർമ്മികത പോലും ഇവർക്കില്ല എന്നതാണ്. ഞാൻ പറഞ്ഞ ഈ വാക്കും ആ വാക്കിൻ്റെ പശ്ചാത്തലവുമെല്ലാം വസ്തുതയാണ്. അത് യാദൃശ്യമായിട്ട് വിദ്യാർത്ഥി സമരകാലത്ത് ഞങ്ങളൊക്കെ പലതവണ ജയിലിലടക്കപ്പെട്ടപ്പോൾ കോഴിക്കോട് ജയിലിൽ ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റ് തടവുകാരായി ഉണ്ടായിരുന്ന പോക്കറ്റടിക്കാരും മോഷ്ടാക്കളും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അതൊക്കെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ ആളുകളായി പോയതാണ്. അപ്പോൾ കുറേ കാലം അവിടെ ജയിലിലുണ്ടാകുമ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് അവർക്ക് മറ്റൊരു ഭാഷ തന്നെ ഉണ്ടെന്നും ഓരോ കാര്യത്തിനും അവരുപയോഗിക്കുന്ന വാക്കുകൾ വേറെയാണ്. ആ കൂട്ടത്തിൽ എനിക്ക് ഒരു കൗതുകം തോന്നിയ കാര്യമാണ്, അവർക്കിടയിൽ ചില ധാർമ്മികതയുണ്ട്, മോഷ്ടാക്കൾക്കിടയിലെ ധാർമ്മികതയുണ്ട്. അതിലൊന്നാണ് മൃതശരീരങ്ങളിൽ നിന്നൊന്നും മോഷ്ടിക്കാൻ പാടില്ല, ബോധമറ്റ് കിടക്കുന്നവരിൽ നിന്നൊന്നും മോഷ്ടിക്കാൻ പാടില്ല, കൈ നനയ്ക്കുന്നിടത്തൊന്നും കക്കരുതെന്ന് പറയും. അതായത് എവിടെയെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ, അതാണ് കൈ നനയ്ക്കാറിഞ്ഞാൽ കൈ കഴുകണമല്ലോ ഭക്ഷണം കഴിക്കാൻ, അവിടെ നിന്ന് പിന്നെ മോഷ്ടിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ധാർമ്മികതയുള്ളവരാണ്. പക്ഷേ കോൺഗ്രസ് മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും ഇല്ലാത്തവരാണ്. അതൊരു സത്യമാണ്. അതിനെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പണി തീർത്ത ശേഷം കണക്ക് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പണി തീരില്ലല്ലോ. പണി തീരണമെങ്കിൽ പണി തുടങ്ങണം. പണി തുടങ്ങില്ലല്ലോ. പണി തുടങ്ങാനേ പോകുന്നില്ല, ഒരൊറ്റ വീടും നിർമ്മിക്കാൻ പോകുന്നില്ല, എന്നിട്ടല്ലേ പണി തീരുന്നത്. CPM ബോധിപ്പിക്കേണ്ട എന്ന് പറയുന്നു. വേണ്ട, CPM ബോധിപ്പിക്കേണ്ട, ജനങ്ങളെ ബോധിപ്പിച്ചാൽ മതി. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതാണ്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞാൽ മതി, നമ്മളോടൊന്നും പറയണ്ട, അവരോട് പറഞ്ഞാൽ മതി. പക്ഷേ അവിടെ വീട് വയ്ക്കാൻ പോകുന്നില്ല, കണക്ക് അവതരിപ്പിക്കാൻ പോകുന്നില്ല. ആ പണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യം.